ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത് യുവിക്ക് ഞാൻ എന്ത് സോളിഡ് ഫുഡാണ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ 6 മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവൻ്റെ ചോറ് കൊടുപ്പ് കഴിഞ്ഞിട്ട് ഒരു 2 days ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പതിയെ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറുക്കൽ ടൈപ്പ് എനിക്ക് അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇത് വെജിറ്റബിൾസിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഞാൻ കൊടുത്തത് ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ വേവിച്ച് നല്ല രീതിയിൽ ക്രീമി ആക്കിയാണ് ആദ്യം കൊടുത്തത്. 6 മാസം ആയതല്ലേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ വേവിച്ചിട്ട് ക്രീമി ആക്കി, ഇത്തിരി വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടുമല്ലോ, ക്രീമി ആക്കി കൊടുത്തു. അപ്പോൾ വീട്ടിൽ നമ്മുടെ പണ്ടൊക്കെ ആണെങ്കിൽ കൂരവും അങ്ങനെയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അയ്യോ മിണ്ടൂല. അമ്മ ഒരു വീഡിയോ എടുത്തോട്ട് സമ്മതിക്കൂലേ? സമ്മതിക്കൂല. സന്തോഷം. യുവി പറ, യുവിക്ക് ഞാൻ എന്തൊക്കെ തന്നൂന്ന്. യുവി എങ്ങനെ ഇരിക്കണോ അതിൽ? യുവി പറ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് കഴിച്ചതെന്ന് പറഞ്ഞാൽ ക്യാരറ്റാണ്. ക്യാരറ്റ് യുവിക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ക്യാരറ്റ് ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ ക്യാരറ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആപ്പിൾ വേവിച്ച് കൊടുത്തു. അപ്പോൾ വീട്ടിൽ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് കൂടുതലും പ്യൂരി ടൈപ്പ് എന്നല്ല, മറ്റേ ഇത് റാഗിയും അങ്ങനെയൊക്കെ ആണല്ലോ. അതുകൊണ്ട് അമ്മയ്ക്കൊന്നും വലിയ ഐഡിയ ഇല്ല ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഏതൊക്കെ കൊടുക്കാമെന്നും എങ്ങനെയൊക്കെയാണെന്ന്. അതുകൊണ്ട് ഞാൻ ഫുള്ള് സെർച്ച് ചെയ്തും അങ്ങനെ ഏതൊക്കെ നല്ലത് എങ്ങനെ കൊടുക്കാമെന്നൊക്കെ നോക്കിയിട്ടാണ് ഇവന് കൊടുത്തു തുടങ്ങിയത്. എല്ലാം സംശയമാണല്ലോ. അങ്ങനെയൊക്കെ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ ക്യാരറ്റ്, ആപ്പിൾ, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ, വേറെ എന്താണ്, ക്യാരറ്റ്, ആപ്പിൾ, സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ നല്ലതാണെന്ന്, സ്റ്റാർട്ട് ചെയ്യാൻ നല്ലതാണെന്ന് കിടന്നു. അങ്ങനെ ഇവൻ കഴിച്ചതും അത് തന്നെയാണ്. ഫസ്റ്റ് ഡേ ഞാൻ ക്യാരറ്റ് കൊടുത്തു, അടുത്ത് ആപ്പിൾ വേവിച്ച് കൊടുത്തു. ആപ്പിളും അതുപോലെ തന്നെ ആവിയിൽ വേവിച്ച് അതൊന്നെടുത്ത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ സ്റ്റീമർ ടൈപ്പ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. കാരണം സോളിഡ് ഫുഡിൻ്റെ ഇത് ഒറ്റ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. 10 മിനിറ്റ് കൂടുതലൊക്കെ ആയ ആരും കാണാൻ പോണില്ല. അതുകൊണ്ട് കുറച്ച് ചെറിയ വീഡിയോ ആയിട്ട് ഞാനിടാം. അപ്പോൾ അതിൽ ചെയ്യാൻ നല്ല ഈസിയാണ്. നമ്മുടെ വീട്ടിൽ സ്റ്റീമർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവന് ഇത്തിരി എളി വേണം. നമുക്കൊരു അളവൊക്കെ അറിയില്ല. ആദ്യമൊക്കെ ആണെങ്കിൽ ഒരു ഹാഫ് ആപ്പിൾ അങ്ങനെ വേവിച്ച് നമ്മൾ ഇങ്ങനെ പ്യൂരി ടൈപ്പ് എടുക്കുമ്പം കുറച്ചേ കാണുകയുള്ളൂ. അതുകൊണ്ട് ഹാഫ് ആപ്പിളൊക്കെ ആവശ്യം വരും. അപ്പോൾ അത് അത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി കുട്ടുകവും അതൊക്കെ എടുത്ത് വയ്ക്കുന്നത് മെനക്കേടാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റീമറിൻ്റെ ടൈപ്പ്, സ്റ്റീൽ ടൈപ്പ്, റേറ്റ് കുറവാണ്. ഏത് പാത്രത്തിലും നമുക്ക് അകത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റീമറിൽ വെച്ച് ഇങ്ങനെ നല്ല രീതിയിൽ സ്റ്റീം ചെയ്തതിന് ശേഷം അത് മിക്സറിൽ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഫസ്റ്റൊക്കെ ഞാൻ നല്ല രീതിയിൽ ക്രീമി പോലെ സ്മൂത്ത് പേസ്റ്റാക്കി തന്നെ കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ 3 എണ്ണം ഞാൻ പറഞ്ഞില്ലേ, ക്യാരറ്റ്, ആപ്പിൾ, സ്വീറ്റ് പൊട്ടറ്റോ, ഇത് നല്ലൊരു ഓപ്ഷൻസാണ്. ബനാന കൊടുക്കാം, കുട്ടിപ്പഴം, കുഞ്ഞു പഴമൊക്കെയാണ് ഞാൻ ആദ്യം കൊടുത്തത്. എന്നാൽ ഇവന് മോഷൻ പോകാനൊക്കെ നല്ല പാടാണ്, കോൺസ്റ്റിപ്പേഷൻ ടൈപ്പൊക്കെ. അപ്പോൾ പഴം കൂടുതൽ ഇവന് പ്രിഫർ ചെയ്യണില്ല. ഏത്തപ്പഴം പൊതുവെ കേട്ടിട്ടുണ്ട് കുറച്ചുകൂടെ ഇതായിട്ട് ആക്കുമെന്ന്, പോകാനൊക്കെ പാടാക്കുമെന്ന് അപ്പിയിടുന്നത്. അതുകൊണ്ട് അത് കൊടുത്തില്ല. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇവന് വാക്സിനേഷൻ ഉണ്ടായിരുന്നു. ഓഹോ, നീ ഇങ്ങനെ വെച്ചെങ്കിൽ വീഡിയോ എടുക്കാമല്ലോ. അപ്പോൾ വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വാക്സിനേഷന് പോയപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെ കഴിക്കാമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പുതിയതായിട്ടൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3-4 days അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ട് വേണം അടുത്തത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടെന്ന്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഓരോ ദിവസം ഓരോന്ന് വെച്ചൊക്കെ കൊടുത്തില്ലേ, അത് തെറ്റായിരുന്നു. അത് നല്ലതല്ല. കാരണം നമുക്ക് അറിയണമല്ലോ അവനത് ഫുഡ് ആയിട്ട് എന്തെങ്കിലും
പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ 2-3 ദിവസം തുടരെ കഴിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ പിന്നീട് ഞാൻ ഈ 2-3 ദിവസം പുതിയത് ഇപ്പോൾ ക്യാരറ്റ് 3 ദിവസം കൊടുക്കും. സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമുക്ക് ഒരു നേരം കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഉച്ച സമയത്താണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഉച്ച അല്ലെങ്കിൽ വൈകുന്നേരം, അങ്ങനെ ഒരു എക്സാക്റ്റ് ടൈമൊന്നുമില്ല, അങ്ങനെ ഒരു സമയം, ഒരു 4 മണി അല്ലെങ്കിൽ 3 മണി അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ക്യാരറ്റ് തന്നെ ഒരു 3-4 ദിവസം, അത് കഴിഞ്ഞ് സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഇവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഒരു മധുരവും ഇതായിട്ടിരിക്കുന്നതുകൊണ്ട്. ആപ്പിൾ ആദ്യം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, അപ്പോൾ ആപ്പിളും ഇതും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തത് പഴം, അതുപോലെ കുഞ്ഞു പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവന് മോഷൻ പോകാനൊക്കെ നല്ലത് പാളയംകുടം പഴം നല്ലതായിരിക്കുമെന്ന് കേട്ടതുകൊണ്ട് പാളയംകുടം പഴമാണ് കൊടുത്തത്. ഞാൻ മുടി പിടിച്ച് വിളിക്കും. അങ്ങനെ ഒരു 15-20 ദിവസം വരെ ആ രീതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അയ്യോ, അങ്ങനെ ആ രീതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ റാഗിയും കൂടെ കൊടുത്തു തുടങ്ങി. റാഗി കുറുക്കിയിട്ട് വെള്ളത്തിലിട്ട് പൊടിച്ചു വച്ചിട്ടില്ല. അപ്പോൾ രാവിലെ വെള്ളത്തിലിട്ടിട്ട് അത് കഴുകി അതിൻ്റെ പാലെടുത്തിട്ട് അങ്ങനെ കുറുക്കി അതിൽ മിണ്ടൂല അതിൽ അത് എന്താണ് പനം കറക്കണ്ട അല്ലെങ്കിൽ കരിപ്പെട്ടിയാണ് ഇട്ട് കൊടുത്തത്. രണ്ടും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഒറിജിനൽ പനം കറക്കണ്ട് കിട്ടും, വില കൂടുതലായിരിക്കും. ഒറിജിനൽ അത് മനസ്സിലാക്കിയാൽ മതി. മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിട്ടും. ആദ്യം നമുക്ക് അതാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. നല്ല പനം കറക്കണ്ടാകും, കുറച്ച് പൊടിയായിട്ടിരിക്കും. അത് ഞങ്ങൾക്ക് വേണം, അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ പനം കറക്കണ്ട് അല്ലെങ്കിൽ കരിപ്പട്ടി ഒരു ഇത്തിരി ഇടുകയുള്ളൂ. കൂടുതൽ മധുരമായിട്ട് റാഗി ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഈ ക്യാരറ്റ് കൊടുക്കുമ്പോൾ എൻ്റെ മുഖത്ത് തുപ്പി തന്നാലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് അത്യാവശ്യം ഇല്ലാതെ ഇരിക്കരുത് എന്നാൽ കൂടുതലാവുകയും ചെയ്തു, ആ രീതിയിൽ ഇട്ടാണ് കൊടുക്കാറ്. അങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു 10-20 ദിവസം വരെ അതാണ് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാമല്ലേ. കാരണം ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലുതായി, അടുത്ത ഫുഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2 ടൈംസൊക്കെ ഇത് കഴിക്കുന്നതാണ്. ഇപ്പോൾ ചോറൊക്കെ നമ്മൾ കഴിക്കും. അയ്യോ, അപ്പോൾ ഫസ്റ്റ് മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് അങ്ങനെ തന്നെയാണ്. ഫുഡ് കുറച്ചായിട്ട് ഇവൻ ഇനി ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ടാറ്റ പറ. ടാറ്റ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവർ ടാറ്റ. ഒറ്റക്കൊമ്പൻ യുവി.